ഇന്ന് ഈ വഖഫ് വിഷയത്തിൽ ഒരു സുപ്രധാന നീക്കമുണ്ട്. JPC യോഗം ഇന്ന് ചേരുകയാണ്. JPC അംഗങ്ങൾക്ക് പുറമെ ന്യൂനപക്ഷ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. KP അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. അഭിലാഷ്, ഈ ചേരുന്ന പാർലമെന്റ് സെഷനിൽ തന്നെ ഈ വഖഫ് ഭേദഗതി വിഷയം പരിഗണിക്കപ്പെടുമെന്ന് കരുതുകയാണ്. അപ്പോഴാണ് JPC യോഗം ചേരുന്നത്. JPC യോഗത്തിൽ ഇന്ത്യ മുന്നണി എടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. എന്തായിരിക്കും ഇന്ന് നടക്കാൻ പോവുക അഭിലാഷ്? സജിത്ത്, കേരളത്തിലടക്കം വഖഫ് വിഷയം സജീവ ചർച്ചയായി നിലനിൽക്കുമ്പോൾ ആണ് ഇന്ന് പാർലമെന്റിന്റെ JPC യോഗം ചേരുക. പ്രത്യേകിച്ച് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടണം എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കാണുകയും ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ JPCയുടെ കാലാവധി നീട്ടുമോ എന്നതിൽ വ്യക്തതയില്ല. കാരണം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ JPCയുടെ കാലാവധി നീട്ടണം എങ്കിൽ അതിന് പാർലമെന്റിന്റെ അനുമതി വേണം എന്നുള്ളതാണ്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഉൾപ്പെടുന്ന ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കുവാനുള്ള തിടുക്കം ഇപ്പോൾ BJPയും NDA സർക്കാരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ JPCയുടെ കാലാവധി നീട്ടി കിട്ടുമോ എന്നതിൽ നമുക്ക് വ്യക്തതയില്ലാത്തത്. പക്ഷേ ഇതിനിടയിൽ ആണ് ഈ JPCയുടെ യോഗം ചേരുന്നത്. ഇതിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള രാജ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം നിലവിൽ ഈ സമിതിയുടെ അധ്യക്ഷയായിട്ടുള്ള ജഗദംബിക പാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ് എന്നുള്ള വിമർശനം JPCയിലെ മറ്റ് അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് BJPക്ക് വേണ്ടിയാണ് എന്നും ഈ ബില്ലിന്മേലുള്ള ഭേദഗതിയിൽ കൃത്യമായ ചർച്ചകൾ നടന്നിട്ടില്ല എന്നുമുള്ളതാണ് JPCയിലെ മറ്റ് അംഗങ്ങളുടെ നിലപാട്. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽ സഭയിലേക്ക് വരുമ്പോൾ അതിൽ വിവിധ സംഘടനകളുടെയും നേതാക്കളുടെയും ഉൾപ്പെടെ ഉള്ള, അതായത് ഈ മത സാമുദായിക വിഷയമാണല്ലോ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബിൽ ഭേദഗതിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടുള്ളൂ എന്നുമാണ് JPCയിലെ തന്നെ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് JPCയുടെ കാലാവധി നീട്ടി നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 29-ന്, അതായത് അടുത്ത ദിവസം തന്നെ ഈ സംയുക്ത പാർലമെന്ററി സമിതി വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒട്ടേറെ വിവാദം, അതായത് കേരളത്തിൽ അടക്കം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിവാദത്തിലായിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലും അടക്കം നിരവധി ഭൂമികളിലും സ്ഥാപനങ്ങളിന്മേലും വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. നിയമപരമായി ഇത്തരം വിഷയങ്ങളെ ചലഞ്ച് ചെയ്യുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് അത് പാസ്സാക്കി എടുക്കുവാനുള്ള നീക്കം ആണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സജീവമായിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇന്ന് ഈ JPC യോഗം ചേരാൻ പോകുന്നതും സജിത്ത്. അതാണ് സാഹചര്യം. ഇന്ന് JPC യോഗം, സംയുക്ത പാർലമെന്ററി സമിതി യോഗം ചേരുന്നു. വഖഫ് വിഷയം കേരളത്തിലടക്കം എത്ര നിർണായക ചർച്ചയായ വിഷയം. ഇന്ന് അതിൽ സുപ്രധാന നീക്കങ്ങളാണ് ദേശീയ തലത്തിലും നടക്കുന്നത്.